വയനാട് മാനന്തവാടിയിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് ഹർഷിദ്, അഭിറാം എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. കൽപ്പറ്റയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. സംഭവം നടക്കുമ്പോൾ കാറിലുണ്ടായിരുന്നവരാണ് പിടിയിലായ ഹർഷിദും അഭിരാമും. കൂടൽക്കടവിൽ സംഘർഷമുണ്ടായപ്പോൾ നാട്ടുകാരെ ആക്രമിച്ചവരിലും ഇവരുണ്ടായിരുന്നു. ഇന്നലെ മുതൽ പോലീസ് ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ജില്ല കടന്ന് ഒളിവിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ഇന്ന് രാവിലെയോടെ 2 പേരെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു. മറ്റു 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാദനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. സംഭവത്തിൽ കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കാറിൽ വലിച്ചിഴക്കപ്പെട്ട മാദൻ ചികിത്സയിൽ തുടരുകയാണ്. കൈകാലുകൾക്കും തലയ്ക്കും മാദന് പരുക്കേറ്റിരുന്നു. മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്.